ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താ പരിപാടി? നോട്ടീസൊക്കെ ആയിട്ട്? ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്കൂൾ തുറക്കാൻ പോകുന്നല്ലോ. ആഹാ, സ്കൂൾ തുറക്കാൻ പോകണ അനുസരിച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടായി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ നോട്ട് പൊതിയല്. ആഹാ, ആഹാ, അപ്പൊ എല്ലാ ആൾക്കാരും ഇപ്പൊ ജോലി തിരക്കായിട്ടൊക്കെ നടക്കാണ്. ആഹാ, ആഹാ, അപ്പൊ ഞങ്ങൾ അതിനൊരു മാർഗമായിട്ട് വന്നിട്ടുണ്ട്. ആഹാ, അതിന്റെ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോട്ട്ബുക്ക് വാങ്ങിച്ച് ആ, നോട്ട്ബുക്ക് പൊതിഞ്ഞ് ഡെലിവറി ചെയ്യും വീട്ടില്. ആഹാ, അതാണ് ഞങ്ങളുടെ സംരംഭം. ചെറിയ സംരംഭമാണ്. ഞങ്ങൾ ആദ്യമായി ചെയ്യുന്നതാണ്. ഇവിടുത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഒരു +2 പിള്ളേരാണ് ഇവിടുത്തെ. ആഹാ, ആഹാ. സോ ഈ സ്കൂളിൽ തന്നെ പഠിച്ച അതെ, പിള്ളേരാണ് ഞങ്ങൾ ഇവിടെ അല്ലേ? പഠിച്ച്. ആഹാ, ആഹാ, അപ്പൊ ഞങ്ങൾ സ്കൂളിലെന്ന് ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എഴുതി. ആഹാ. വീട്ടില് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സഹായം എന്ന രീതിയിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയാണിത്. അല്ല, സാധാരണ നമുക്ക് നോട്ട് ബുക്കുകൾ ഇപ്പൊ നമുക്ക് എക്സ്ട്രാ ഒരു പൈസ വരുമോ? എങ്ങനെയാണ് ഇത് നോട്ട് ഓ ഇല്ല, ബുക്ക് തീർച്ചയായിട്ടും നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങണ അതേ സെയിം റേറ്റിൽ തന്നെ. റേറ്റ് തന്നെ? എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നോട്ട്ബുക്ക് 60 രൂപയുടെ നോട്ട്ബുക്ക് ആണെങ്കിൽ ഞങ്ങൾ 60 രൂപ നോട്ട്ബുക്ക് തന്നെ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടു നൽകും. വീട്ടിൽ ലേബിൾ കൊണ്ടുവരും. ചെയ്യണമെങ്കിൽ ലേബിൾ ചെയ്ത് തരും. അപ്പൊ അതേ ചാർജ് തന്നെയാണ് നമുക്ക് ഈടാക്കുള്ളൂ അതെ, അല്ലേ? തീർച്ചയായിട്ടും അതെ. സാധാരണ നോട്ട് ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു ചാർജ് വരുമല്ലോ ഇപ്പൊ അതിന്റെ ഇതിനൊക്കെ? അത് വേണ്ട. എന്ന് വെച്ചാൽ നോട്ട്ബുക്ക് ഉണ്ട്. നോട്ട്ബുക്ക് ഒരു 60 രൂപയ്ക്ക് വാങ്ങിച്ച്, പിന്നെ അതിന്റെ പേപ്പർ വാങ്ങാൻ വേണ്ടി വേറെ ഒരു 100 രൂപ കൊടുക്കണം. പക്ഷെ അത് വേണ്ട. ഞങ്ങൾ ആ ബുക്ക് തന്നെ പൊതിഞ്ഞ് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തരും. അതാണ്. പിന്നെ ഡെലിവറി ചാർജ് ഒരു 10-15 രൂപ ഞങ്ങൾ വാങ്ങും. നിങ്ങൾ ഒരു പോകാൻ വേണ്ടി ഒരു രീതിയിലായിട്ട് ഒരു 15 രൂപ ഞങ്ങൾ മാക്സിമം. നിങ്ങൾക്കും അതിനൊരു ചെറിയ ചെലവ് ഉണ്ടാവണം. അത് ആഹാ, ആഹാ. നഷ്ടത്തിലാവാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും ഒരു സഹായം എത്തിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഇത് നമുക്ക് ഇത് മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ എങ്ങനെയാണ്? കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഞാൻ നമ്പർ തരാം. 99 47 86 53 24. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. വാട്സാപ്പ് ഉണ്ടല്ലോ? വാട്സാപ്പ് ഉണ്ട്. ഇനി അത് പോരാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഗൂഗിൾ ഫോം ഉണ്ട്, അതും തരാം. നമ്മുടെ വീഡിയോസ് കാണുന്നത് കൂടുതലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാരായിരിക്കും. അവർക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. നിങ്ങളൊരു പുതിയ സംരംഭം ആവുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. ചെറിയൊരു കൊറിയർ ചാർജ് മേടിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ ലോക്കൽ ഉദ്ദേശിച്ചാണ് വന്നേക്കണെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ അതും കൂടി നിങ്ങൾക്ക് ചെയ്യണം, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അത് കിട്ടണ ഓർഡർ അനുസരിച്ച് ഞങ്ങൾക്ക് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറഞ്ഞ എന്തായാലും സ്കൂൾ തുറക്കണേക്കാട്ട് മുമ്പ് എത്തണമല്ലോ ഇത്. അപ്പൊ അതിന് മുമ്പ് കിട്ടണ ഓർഡേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും എത്തിക്കാൻ രീതിയിൽ ഞങ്ങൾ ശ്രമിക്കാം. അതാണ്. കാരണം എന്തായാലും സ്കൂൾ തുറക്കാൻ ഇനി ഒരു 10-20 ദിവസമേ ഉള്ളൂ. 20 ദിവസത്തിൽ അപ്പൊ അത് നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങൾ ഈ ചെറുപ്പത്തിൽ +2 വന്നു. 2 ദിവസം കഴിയുമ്പോൾ വരുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും ഉണ്ട്. അപ്പൊ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകണം. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാം എത്തിച്ചിരിക്കും. വാങ്ങിച്ച ഓർഡർ എല്ലാം എത്തിച്ചിരിക്കും. ഞങ്ങൾ ഉറപ്പായിട്ട് തന്നെ. അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ തരാൻ. എന്റെ പേര് ഉമർ. അമീൻ അല്ലേ? അപ്പൊ അമീനും ഉമറും കൂടി തുടങ്ങിയ ഒരു ചെറിയൊരു സംരംഭം. അതും ഈ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ്. +2 ഈ തവണ പരീക്ഷ എഴുതിയ കുട്ടികളാണ്. അവർ തുടങ്ങിയ ഒരു പുതിയൊരു സംരംഭം. അപ്പോൾ ആ സംരംഭം നമുക്ക് നമ്മുടെ പ്രേക്ഷകർ അത് വിജയിപ്പിക്കണം. കാരണം ഇവരെ വിളിക്കുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ട പുസ്തകങ്ങൾ, അതുപോലെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്കുകൾ. അപ്പോൾ അതും മിതമായ രീതിയിൽ ഇവർ ചെയ്തു തരും. കാരണം നമ്മൾക്ക് ഒരു കടയിൽ പോയി മേടിക്കണ അതേ റേറ്റിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതേ റേറ്റിന്. അത് ബ്രാൻഡ് ഏതായിരിക്കും? അങ്ങനെയാണ് ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നവനീത് ഉണ്ട്, പേപ്പർ കിഡ് ഉണ്ട്. ഞങ്ങൾ രണ്ട് ചെയ്യാം. ഇപ്പൊ ക്ലാസ്മേറ്റ് വേണമെങ്കിൽ ക്ലാസ്മേറ്റ് നോക്കിയിട്ട് ചെയ്യാം. സാധാരണ നമ്മളൊക്കെ നോട്ട് ബുക്ക് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ക്ലാസ്മേറ്റ് ആയിരിക്കും. നവനീതാണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പൊ നല്ല പേപ്പർ ആയിരുന്നു. അത് നവനീത് ഞാൻ ഇപ്പൊ എടുക്കാറ്. ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യണം. പേപ്പർ കിഡ് ഉണ്ട്. രണ്ടും കൂടി ചെയ്താണെങ്കിൽ രണ്ടും ചെയ്യാം. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് നോട്ട് ബുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവർ പറഞ്ഞ ആ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ താഴെ ഇവരുടെ മെസ്സേജ് ഉണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ പുതിയൊരു സംരംഭം വൻ വിജയമായി മാറട്ടെ. ഓക്കെ, താങ്ക് യു.